ലാലേട്ടന്റെ ഫാൻസിനെ കൊണ്ട് നമ്മൾ അടിപൊളിക്കാന്നുള്ളതാണ് ഒന്ന് കമ്പാരിസണിൽ അർത്ഥത്തിലുള്ളൂ. ഈ പറയുന്ന പോലെ ആ നേര് ഗംഭീര സിനിമ ആയത് കൊണ്ടിട്ടാണ് അത് ഇത്രത്തോളം കമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നത്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ലൈക്ക് മറ്റേ ലോകങ്ങളുടെ ഏറ്റവും വലിയ ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടറൊക്കെയാണ്. അപ്പോൾ കമ്പാരിസണിലൊന്നും അർത്ഥമില്ല. നമ്മൾ പറയുന്നത് നമ്മളുടെ സിനിമയെ കുറിച്ചിട്ട് നമുക്ക് പറയാം. നമ്മുടെ സിനിമ ഗംഭീര സിനിമയാണ്. സിനിമ ഇപ്പോൾ 100 പേര് കണ്ടാൽ 100 പേർക്കും സിനിമ ഇഷ്ടപ്പെടുന്നു എന്നുള്ളിടത്തുള്ള ഒരു അഭിമാനമൊക്കെയാണ്. വേറൊരു സിനിമയായിട്ട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ സിനിമ മാത്രം എന്നുള്ളതല്ല, അതൊരു ഗംഭീര അല്ലേ, ഗംഭീര സിനിമ ആയത് കൊണ്ടിട്ടാണ് സിനിമ ഇത്ര നാളായിട്ട് തിയേറ്ററിൽ നിൽക്കുകയും ഈ നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഏതോ 100 കോടി ക്ലബിലേക്ക് കയറാനുള്ള യാത്രയാണ് ആ സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്രയൊന്നും വേണ്ട, എന്നാലും ഈ പറയുന്ന പോലെ അതെ 100 കോടി 50 കോടി ഒന്നും ഇവിടെ എടുക്കുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളതാണ് സ്വപ്നം. ഈ തിയേറ്ററിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസം തിയേറ്റർ വിസിറ്റ് ഒക്കെ നടത്തുമ്പോൾ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഒരുപാട് ഇടങ്ങളിൽ ചിരിക്കുന്നു, ഒരുപാട് കയ്യടികൾ, സിനിമ കഴിയുമ്പോൾ ഉള്ള ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അതൊക്കെ മതി, ഹാപ്പിയാണ്. വേണ്ട 100 കോടി വേണ്ട. അതെ, ഇത് 100 കോടി കേൾക്കുമ്പോഴോ പിന്നെ അങ്ങനെ കേൾക്കുമ്പോഴോ അല്ല, നേരായിട്ടുള്ള കമ്പാരിസണേ അത് എനിക്കത് റോങ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ നമ്മൾ പറയില്ല, ഈ ആർട്ടിനെ സംബന്ധിച്ച് നമുക്ക് കണക്ക് പോലെ അല്ലല്ലോ വെച്ചാൽ മാർക്ക് ഇടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് നോക്കി കാണുന്നത്. ആർട്ടിൽ നമുക്ക് മാർക്ക് ഇടാൻ പറ്റില്ല, ഫോർമുല ഇല്ല. ഇപ്പൊ ആനന്ദ് ഈ സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ആനന്ദിന്റെ സിനിമ പോലെ ഇരിക്കും അങ്ങനെ. അപ്പൊ ഓരോ സിഗ്നേച്ചർ ഓരോ ആളുകളുടെയാണ്. നമുക്ക് ഈ വർക്കും കൂടെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അത്ര ഈ പറയുന്ന പോലെ വലിയൊരു ഭയങ്കര ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറിന്റെ സിനിമ നമ്മുടെ സിനിമ ആളുകൾ ഗംഭീരം എന്ന് പറയുന്നു, കാണുന്ന ആളുകൾ ഹാപ്പി ആവുന്നു, അവർ കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തിക്കുന്നു, നമ്മളുടെ ഷോസ് കൂടുന്നു, നമ്പർ ഓഫ് ഷോസ് കൂടുന്നു, നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടുന്നു, കൂടുതൽ കളക്ഷൻ വരുന്നു. ഏറ്റവും എനിക്ക് ഇന്ന് ഇപ്പൊ ആനന്ദ് പറഞ്ഞ ഏറ്റവും സന്തോഷമുള്ള ആദ്യത്തെ ഷോ കണ്ടതിന് 3 ഇരട്ടി ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഉണ്ട്, അതിലും കൂടുതൽ ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഉണ്ട്. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നമുക്കുള്ളൂ. മാത്രമല്ല ഇപ്പൊ നേരെന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമ വിജയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സിനിമയ്ക്ക് വിജയം വരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത്. ആ കൾച്ചർ ഉണ്ടാവുന്നതുകൊണ്ടാണ് മറ്റു സിനിമ വിജയിക്കുന്നത്. ഒരു നേരിന്റെ കൂടെ ഇറങ്ങുന്നത് നമ്മളിപ്പോ ഉള്ളത് തന്നെ നമ്മുടെ ഒരു മഹാഭാഗ്യം, അല്ലാതെ ഒരു കമ്പാരിസണും ഇല്ല നേരുമായിട്ട്. ഒരു നടൻ എന്നുള്ളത് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. അതായത് ഈ പറയുന്ന പോലെ ഈ ലെജൻസ് വർക്ക് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള തരത്തിൽ നമ്മൾ ഭയങ്കര സൂപ്പർ പ്രൗഡാണ്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഇപ്പൊ ഞാൻ പല ഇന്റർവ്യൂവിലും നമ്മൾ ഫിലിം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ വാനപ്രസ്ഥം അല്ലെങ്കിൽ വിധേയൻ, അംബേദ്കർ അല്ലെ അത്തരം സിനിമകളൊക്കെ വാസ്തുവാരെയൊക്കെ നമുക്കവിടെ സ്ക്രീനിങ് ഉണ്ടാവും. അപ്പൊ സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ എന്തോ പെങ്ങളുടെ കല്യാണത്തിന് ആങ്ങള വീടിന്റെ വാതിക്ക് നിൽക്കുന്ന പോലെ ഞാൻ വെറുതെ സ്റ്റൈലായിട്ടൊക്കെ പോയി നിൽക്കും. എന്തിനാ കാര്യം, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവരെയാണ്. അല്ലെങ്കിൽ കേരളം മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുഖങ്ങളാണ് അന്യഭാഷക്കാർക്ക്. അപ്പോൾ നേര് എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലുള്ളപ്പോൾ നമ്മുടെ സിനിമ വരുന്നു, 2 സിനിമക്ക് നല്ല അഭിപ്രായം വരുന്നു, അതൊക്കെ തന്നെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. വളരെ മികച്ച റിവ്യൂ ആണ്. അപ്പൊ അതിന്റെ താഴെ വരുന്നത് അശ്വന്ത് ബ്ലോക്കിന് പൈസ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യിച്ച റിവ്യൂ ആണ്, അല്ലാതെ ആളിങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അശ്വന്ത് ബ്ലോക്കിനോട് ചോദിച്ചു നമ്മളെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, പുള്ളി പടം മാത്രമേ കണ്ടിട്ടുള്ളൂ. കല എന്ന് പറയുന്നത് ആളുകളെ സംസാരിച്ച് അവർക്കായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മാത്രമേ